രാമായണം വെറുമൊരു ഭാരതീയ കാവ്യമല്ല, അതൊരു വിശ്വകാവ്യമാണ്. അധ്യാത്മരാമായണം രചിക്കുന്നതിന് മുൻപ് തന്നെ എത്രയോ പാട്ടുകളായിട്ടും പാട്ട് സാഹിത്യമായിട്ടും ഒക്കെ രാമചരിതമുണ്ട്. മഹാഭാരതത്തിലെ രാമോപാഖ്യാനത്തിലാണ് ആദ്യം രാമകഥ കടന്നു വരുന്നത്. പിന്നീട് പല പല ഗ്രന്ഥങ്ങളും പിന്നീട് ഉണ്ടായി. വാൽമീകി രാമായണത്തിന്റെ ഏറ്റവും പഴയ പകർപ്പ് നേപ്പാളിലാണ്. പല രാജ്യങ്ങളിലും രാമായണ കഥകളോടുള്ള ഒരു ആഭിമുഖ്യം അന്നല്ല ഇന്നും നിലനിൽക്കുക. തായ്ലൻഡില് രാമകഥ പാഠ്യവിഷയമാണ്. കഥ പാഠ്യവിഷയമാകണം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോ സമരമായി, എതിർപ്പായി, വർഗീയമാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭാരതവുമായിട്ട് ബന്ധമുള്ളതൊക്കെ പിന്നീടാണ്. ഇതെല്ലാം മതം മാറ്റി ഇസ്ലാമികവൽക്കരിക്കുകയാണ് ചെയ്തത്. എത്ര കാലം ഈ ഭൂലോകത്ത് പർവ്വതങ്ങളും നദികളെല്ലാം ഉണ്ടാകുമോ അത്രയും കാലം രാമായണം നിലനിൽക്കുമെന്ന് അത് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കന്നഡയിലും ഇതേപോലെ ധാരാളം ഈ 11ാം ശതകം മുതൽ രാമായണത്തെ അനുകരിച്ചുള്ള കൃതികൾ കാണാനുണ്ട്. ജൈന കൃതികളും അവിടെയാണ്, കർണാടകത്തിലാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. ജൈനമതത്തിന് അവിടെ ധാരാളം സ്വാധീനമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കാണാം. പിന്നെ നരഹരിയുടെ രാമായണം, പിന്നെ തോരവേ രാമായണം എന്നാണ് അറിയപ്പെടുക. ആ തോരവേ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പേരാണ്. ആ സ്ഥലത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു പേര് അതിനുണ്ട്. പിന്നെ ആനന്ദരാമായണത്തിൻ്റെ ആ ഒരു നിഴലാട്ടം നമുക്ക് ഈ ഒരു കൃതിയിൽ കാണാൻ നരഹരിയുടെ തോരവേ രാമായണത്തിൽ കാണാം എന്നും പറഞ്ഞു. പിന്നെ 18 നൂറ്റാണ്ടുകളായിട്ട് വെങ്കാമാത്യനും ബത്തലേശ്വരൻ അവരൊക്കെ രാമായണ കാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട് കന്നഡയിൽ. പിന്നെ മുദ്ദനൻ ഗദ്യത്തിൽ രചിച്ച രാമാശ്വമേധം അത് വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ശരിക്കും ഏറ്റവും പ്രസിദ്ധമായിട്ട് ജനപ്രിയമായിട്ടുള്ളത് 1940 അച്ചടിച്ച പിന്നെ കുവെമ്പു രാമായണം. കുവെമ്പു ആണല്ലോ അതെ, കുവെമ്പു രാമായണം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ KV പുട്ടപ്പ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ആ KV പുട്ടപ്പ രചിച്ചതായിട്ടുള്ള ആ രാമായണ ദർശനം, അതാണ് ആ കുവെമ്പു രാമായണമാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധം എന്നും അവിടെ പറഞ്ഞു. പിന്നെ രാമകഥയുടെ പ്രചാരത്തിന് യക്ഷഗാനങ്ങളും അവിടെ കാരണമാണ്. യക്ഷഗാനങ്ങൾ, ധാരാളം യക്ഷഗാനങ്ങൾ എല്ലാ ക്ഷേത്രത്തിലും സ്ഥിരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, അതും അതിന് കാരണമാണെന്ന് പറഞ്ഞു. പിന്നെ തെലുങ്ക് ഭാഷയിൽ പിന്നെ 13ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് രാമകാവ്യം ഉണ്ടാകുന്നത്. പിന്നെ നിർവചനോത്തര രാമായണം എന്നാണ് അതിൻ്റെ പേര്. നിർവചനോത്തര രാമായണം ഉത്തരകാണ്ഡത്തിലെ കഥ 10 കാണ്ഡങ്ങളായിട്ട് വർണ്ണിക്കുക. ഉത്തരകാണ്ഡമാണ് പ്രധാനം. ഉത്തരകാണ്ഡത്തെ ഉപജീവിക്കുന്ന പിന്നെ കാവ്യങ്ങൾ തെലുങ്കിൽ പലതും ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട് ഉത്തരകാണ്ഡത്തെ. പിന്നെ കട്ടവരദരാജു രാമായണം 17ാം നൂറ്റാണ്ടിൽ. പിന്നെ ഭാസ്കര രാമായണം, മൊല്ല രാമായണം, ഇതൊക്കെ തെലുങ്കിലുണ്ടായിട്ടുള്ള പല രാമായണങ്ങളാണ്. അതിലേറ്റവും പ്രസിദ്ധം എന്ന് പറയുന്നത് കട്ടവരദരാജു രാമായണമാണ്. 17ാം നൂറ്റാണ്ടിലെ ആ കട്ടവരദരാജു രാമായണം 6 കാണ്ഡങ്ങളായിട്ട് 23,170 ഈരടികളെ കൊണ്ട് രചിച്ച ഒരു വലിയ മഹാകാവ്യമാണ് എന്ന് പറഞ്ഞു. പിന്നെ മറാഠിയിലാണെങ്കിൽ ഏകനാഥൻ്റെ ഭാവാർത്ഥ രാമായണം. ആ ഭാവാർത്ഥ രാമായണമാണ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയതാണ്. വാൽമീകി രാമായണത്തെയാണ് ആശ്രയിക്കുന്നതെങ്കിലും അധ്യാത്മരാമായണത്തെ കൂടി പിന്തുടരുന്നതാണ് എന്നും അവിടെ പറയുന്നുണ്ട്. 17ാമത്തെ ശതകത്തിലെ കൃഷ്ണദാസ് മുദ്ഗലൻ, മുക്തേശ്വരൻ, മാധവസ്വാമി ഇവരൊക്കെ മറാഠിയിൽ രാമായണങ്ങൾ രചിച്ചിട്ടുണ്ട്. പിന്നെ ഹിന്ദിയിലാണെങ്കിൽ നമുക്കറിയാലോ തുളസീദാസ രാമായണം, രാമചരിത മാനസം. 16ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം, 17ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം, അതാണ് തുളസീദാസ രാമായണത്തിന് അതിന് രാമചരിത മാനസം എന്നുള്ള പേരിൽ അത്രയും ജനപ്രിയമാണ്. വാൽമീകി രാമായണം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവലംബം എന്നും അവിടെ പറഞ്ഞു. പിന്നെ ഒരു ആധ്യാത്മികമായ ഒരു ഭാവതലം നമുക്കതിൽ പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അധ്യാത്മരാമായണവും ആനന്ദരാമായണവും ഭാവാർത്ഥ രാമായണവും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്
ആരെ? ഗോസ്വാമിയെ, തുളസീദാസ് ഗോസ്വാമിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും അവിടെ പറഞ്ഞു. കാരണം അധ്യാത്മരാമായണത്തിലെ പോലെ ഉമാമഹേശ്വര സംവാദമായിട്ടാണ് രാമചരിതമാനസവും നടക്കുന്നത്. അതെ, കഥകളൊക്കെ വാൽമീകി രാമായണമാണെങ്കിൽ പോലും ആ സ്ട്രക്ചർ മറ്റേത് പ്രഭാവം ഉണ്ട് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. രസിക ബിഹാരിയുടെ രാമരസായനം, രഘുരാജസിംഹൻ്റെ രാമസ്വയംവരം, ബാഘേലി കമ്പരിയുടെ അവധവിലാസം, ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഹിന്ദിയിൽ ധാരാളം ഗ്രന്ഥങ്ങൾ രാമായണ പരങ്ങളായിട്ട് ഉണ്ട്. പിന്നെ പഞ്ചാബിയിൽ ഗുരു ഗോവിന്ദ സിംഹൻ്റെ രാമാവതാരം, സിഖ് ഗുരു ഗോവിന്ദ സിംഹൻ്റെ രാമാവതാരം എന്ന മഹാകാവ്യം വളരെ പ്രസിദ്ധമാണ് എന്നും അവിടെ പറഞ്ഞു. പിന്നെ ബംഗാളിയിലെ കൃത്തിവാസ രാമായണം, വളരെ ഫേമസ് ആണ്. കൃത്തിവാസ രാമായണം വളരെ പ്രസിദ്ധമാണ്. പിന്നെ രഘുനന്ദന ഗോസ്വാമിയുടെ രാമരസായനം, ജഗൻമോഹൻ രാമിൻ്റെ രാമായണം, ഇതൊക്കെ 19-ാം നൂറ്റാണ്ടിലെ കൃതികളാണ്. പിന്നെ 20-ാം നൂറ്റാണ്ടിലെ പ്രശസ്തി കൃതികളാണ് മൈക്കൽ മധുസൂദന ദത്തിൻ്റെ മേഘനാഥവധം, അതൊരു കാവ്യം പ്രസിദ്ധമാണ്. പിന്നെ അസാമിയ ഭാഷയിൽ അസാമിൽ 14-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കവിരാജനായിരിക്കുന്ന മാധവ കന്ദളി കവിരാജ ബിരുദം ഒക്കെ നേടിയ ആളാണ്. കവിരാജ ബിരുദം നേടിയ മാധവ കന്ദളിയുടെ രാമായണം, അത് ശരിക്കും പറഞ്ഞാൽ സാമാന്യ ജനങ്ങൾക്ക് വാൽമീകി രാമായണം മനസ്സിലാക്കാൻ ആ രീതിയിൽ രചിച്ചതാണ്. അങ്ങനെയാണ്. ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലും സാധാരണക്കാരനായ രാമനെ ആണ് വെറുമൊരു ഒരു അവതാര മഹത്വം പറയലല്ല എന്നർത്ഥം. അവതാര മഹത്വം പറയാതെ ആണ് അത് രചിച്ചിട്ടുള്ളത്. പിന്നെ 16-ാം നൂറ്റാണ്ടിൽ ദുർഗാവരകായസ്ഥൻ്റെ ഗീതിരാമായണം, അത് വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിയിട്ടൊരു ഗാനകാവ്യമാണ്, അതും രചിച്ചിട്ടുണ്ട്. പിന്നെ ഗുജറാത്തിയിൽ പിന്നെ ഒരുപാട് ഈ ജൈനമതത്തിൻ്റെ പ്രചാരം ഗുജറാത്തിലുണ്ടായിരുന്നല്ലോ. ആ ഒരു പ്രചാരം കൊണ്ടാകണം ഗുജറാത്തി സാഹിത്യത്തിൽ രാമായണ കാവ്യങ്ങൾ പ്രത്യക്ഷപ്പെടാൻ താമസിച്ചു. കുറേ കാലം കഴിഞ്ഞിട്ടാണ് 15-ാം നൂറ്റാണ്ട് മുതലാണ് രാമായണ കഥ സ്ഥാനം പിടിച്ചത്. പിന്നെ 15-ാം നൂറ്റാണ്ടിൽ പിന്നെ സീതാഹരണം, കർമ്മണ മന്ത്രിയുടെ സീതാഹരണമുണ്ട്. പിന്നെ രാമലീല ഭീമൻ്റെ, ശ്രീധരൻ്റെ രാവണ മണ്ഡോദരി സംവാദം, പിന്നെ ബാലണൻ്റെ രാമബാലലീല, രണയജ്ഞം പ്രേമാനന്ദൻ്റെ, ഇതൊക്കെ ഗുജറാത്തിയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ദശരഥനു അന്ത്കാൽ എന്ന് പറഞ്ഞിട്ട് ഭവസാഗരൻ്റെ ഒരു ഖണ്ഡകാവ്യം, അതും പ്രസിദ്ധമാണ് എന്നും അവിടെ പറഞ്ഞു. പിന്നെ പുരിബായിയുടെ, കാരണം രാമായണ കവിതകളെ കുറിച്ച് പറയുമ്പോൾ ഗുജറാത്തിലെ കവയിത്രിമാരുമുണ്ട്. ആ കവയിത്രിമാർ പുരിബായിയുടെ സീതാമംഗളം, കൃഷ്ണാബായിയുടെ സീതാവിവാഹം, ഇതൊക്കെ വളരെ പ്രസിദ്ധമാണ് എന്നും അവിടെ പറഞ്ഞു. പിന്നെ ദീവലിബായി അത്ര ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. ഒറിയ ലാംഗ്വേജിൽ, ഒറിയ ഭാഷയിൽ പിന്നെ രാമകവിതകൾ 15-ാം ശതകത്തോടു കൂടിയിട്ടാണ്. സരളദാസ് എന്നറിയപ്പെടുന്ന സിദ്ധേശ്വര പരിഡായുടെ മഹാഭാരതത്തിലെ രാമോപാഖ്യാനം, വാൽമീകി രാമായണമല്ല, മഹാഭാരതത്തിലെ രാമോപാഖ്യാനത്തിലാണ് ആദ്യം രാമകഥ കടന്നു വരുന്നത്. പിന്നീട് പല പല ഗ്രന്ഥങ്ങളും പിന്നീട് ഉണ്ടായി. 16-ാം ശതകത്തിൻ്റെ ആരംഭത്തിൽ ബലരാമദാസ് രചിച്ച ജഗൻമോഹന രാമായണം, അതാണ് ഒറിയയിലെ ഏറ്റവും പ്രസിദ്ധമായ രാമായണം. പിന്നെ ധനഞ്ജയൻ്റെ രഘുനാഥ വിലാസുണ്ട്, ശങ്കരദാസൻ്റെ ബാരമാസി കോയിലി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടീക്കാ രാമായണം മഹേശ്വരദാസൻ്റെ, ഇതൊക്കെയുണ്ട്. രാമരസാമൃത സിന്ധു, അതും പ്രസിദ്ധമാണ് കന്നഡദാസൻ്റെ. പിന്നെ കാശ്മീരി ഭാഷയിൽ, കാശ്മീരി അല്ലെ സംസ്കൃത കവികളിൽ പലരും വാൽമീകിയോട് കടപ്പെട്ടവരാണ്. എന്നാലും കാശ്മീരി ഭാഷയിൽ രാമായണം 19-ാം നൂറ്റാണ്ട് കൂടിയിട്ടാണ് ഉണ്ടാകുന്നത്. ശങ്കര രാമായണം 1843. അതാണ് ഒന്നാമത്തെ രാമായണ കാവ്യം. പിന്നെ 1846 ദിവാകര പ്രകാശഭട്ടൻ്റെ പ്രകാശരാമായണം, പിന്നെ വിഷ്ണുപ്രതാപ രാമായണം, ശർമ്മരാമായണം, ഇതൊക്കെയുണ്ട്. പക്ഷേ പ്രകാശരാമായണമാണ് ഏറ്റവും പ്രസിദ്ധം കാശ്മീരി ഭാഷയിൽ. ഇങ്ങനെ ഭാരതത്തിലെ മിക്കവാറും എല്ലാ 11-12 നൂറ്റാണ്ടുകൾ തൊട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞു. പിന്നെ മലയാളം, പിന്നീട് മലയാളത്തിൽ നമുക്കറിയാലോ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലൂടെയാണ്
ശരിക്കും ആ ഒരു എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് നമുക്ക് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. ഈ രാമചരിതം അല്ലെങ്കിൽ രാമകഥാപാട്ട് അതൊക്കെ അധ്യാത്മരാമായണത്തിന് മുൻകാലം. അത് മുൻ ഏറ്റവും അതിനും മുൻപാണ്. പക്ഷെ പ്രസിദ്ധമായിട്ടുള്ളത് ഇതാണ്. നേരത്തെ ദ്രാവിഡ വൃത്തങ്ങളിലൊക്കെ വന്ന കുറേ പാട്ടുകൾ, നേരത്തെ പറഞ്ഞ രാമചരിതം പാട്ട് പോലെയുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ശ്രീരാമകവിയുടെ ഉണ്ട്. അങ്ങനെ കുറേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 15-ാം നൂറ്റാണ്ടിൽ 15-ാം നൂറ്റാണ്ടിലോ കണ്ണശരാമായണം. 15-ാം നൂറ്റാണ്ടിൽ കണ്ണശപ്പണിക്കർ എഴുതിയ എത്ര 3000 എത്ര പാട്ടുകളുണ്ട്, 3059 പാട്ടുകളോ മറ്റാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ മലയാളത്തിൽ ആദ്യം ഉണ്ടായത് എന്ന് പറയാൻ നേരത്തെ പറഞ്ഞ രാമചരിതമാണ്. പിന്നെ 12-ാം നൂറ്റാണ്ടിലാണെന്ന് കരുതപ്പെടുന്നു. അത് 116 പടലങ്ങളായിട്ട് 1814 പാട്ടുകളാണ്. ഈ രാമചരിതത്തിലൊരു തെല്ലൂഴിയിൽ ചെറിയവർക്കറിയുമാറുര ചെയ്യുക എന്നൊക്കെ അതിൽ കാണാം. രാമചരിതം ഭാഷയുടെ പഴക്കം കൊണ്ട് ഭാഷാ വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും ഒക്കെ പഠനത്തിന് മാത്രമേ ഇപ്പോഴുള്ളൂ, അല്ലാതെ വേറെ ഒന്നിനും പറ്റത്തില്ല. പിന്നെ തെക്കൻ തിരുവിതാംകൂറിൻ്റെ പ്രാദേശിക ഭാഷയിൽ അയ്യപ്പിള്ള ആശാൻ എഴുതിയ രാമകഥാ പാട്ട് 3169 പാട്ടുകളാണ്. എല്ലാം പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അതെ. പിന്നെ രാമായണം ചമ്പു, പുനൻ നമ്പൂതിരിയുടെ രാമായണം ചമ്പു, ഭാഷാരാമായണം, മണിപ്രവാള ചമ്പു കാവ്യത്തിലെ ഏറ്റവും പ്രസിദ്ധമാണ്. അങ്ങനെ ഒരുപാട് കഥകൾ. പിന്നെ രാമായണത്തെ അടിസ്ഥാനമാക്കിയിട്ട് പുത്രകാമേശ്വരി, സീതാസ്വയംവരം, വിച്ഛിന്നാഭിഷേകം, ഖരവധം, ബാലിവധം, പിന്നെ തോരണയുദ്ധം, സേതുബന്ധനം, ഇങ്ങനെ കൊട്ടാരക്കര തമ്പുരാൻ രചിച്ച 8 കൃതികൾ. പിന്നെ കുഞ്ചൻ നമ്പ്യാരുടെ 40 ലഹ്യം വരുന്ന തുള്ളൽ കഥകൾ, രാമായണം ഏറ്റവും കൂടുതൽ രാമായണം. പിന്നെ അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ രാമേന്ദ്ര വിലാസം, അത് 21 സർഗങ്ങളുടെ മഹാകാവ്യമാണ്. കുട്ടികൾക്ക് വാൽമീകി രാമായണം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കുമാരനാശാൻ എഴുതിയ ബാലരാമായണം അത്യന്തം ലളിതമാണ്. പിന്നെ ചിന്താവിഷ്ടയായ സീത രാമായണത്തിൽ അതുകൊണ്ടാണ്. പിന്നെ CN ശ്രീകണ്ഠൻ നായരുടെ കാഞ്ചന സീത, സാകേതം, ലങ്കാലക്ഷ്മി, നാടകത്രയം, അതൊക്കെ നാടകങ്ങൾ, ഇതൊക്കെ രാമായണ ആണ്. പിന്നെ നമുക്ക് ഭാരതത്തിൻ്റെ വെളിയിലേക്ക് പോകണം. ഈ രാമായണം ഇപ്പോൾ നമ്മൾ അധ്യാത്മ രാമായണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനകത്ത് രാമൻ വനവാസത്തിന് പോകുന്ന സമയത്ത് സീത രാമനോട് പറയുന്നുണ്ടല്ലോ, രാമായണങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതിലൊന്നിലും ഈ സീതയെ കൂടാതെ രാമൻ വനത്തിന് പോകുന്നില്ല എന്നാണ്. അപ്പോൾ ഈ അധ്യാത്മ രാമായണത്തെ ഉപജീവിച്ചുകൊണ്ട് എഴുതിയതാണ്. അപ്പോൾ അധ്യാത്മ രാമായണത്തിൽ, യഥാർത്ഥത്തിലുള്ള അധ്യാത്മ രാമായണത്തിൽ തന്നെ ഈ പല രാമായണങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശം ഉണ്ടെന്നല്ലേ നമ്മൾ? അതെ. അതിന് മുൻപും രാമകഥകൾ, രാമചരിതം നമ്മളിപ്പോൾ തന്നെ പറഞ്ഞല്ലോ. അധ്യാത്മരാമായണം രചിക്കുന്നതിന് മുൻപ് തന്നെ എത്രയോ പാട്ടുകളായിട്ടും പാട്ട് സാഹിത്യമായിട്ടൊക്കെ രാമചരിതമുണ്ട്, രാമൻ്റെ കഥയുണ്ട്. ഇപ്പോൾ ഭാഗവതത്തിലെ പരീക്ഷത്തിനോട് ശ്രീശുഖ ബ്രഹ്മർഷി പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, അങ്ങ് പല മഹർഷിമാരിൽ നിന്നും രാമൻ്റെ കഥ ധാരാളം കേട്ടിട്ടുണ്ടാവുമല്ലോ, ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കേണ്ടതില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പ്രസിദ്ധമാണ് രാമായണം. ഏറ്റവും പ്രധാനിയായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ആദരിക്കപ്പെടേണ്ടെന്നൊരു ക്രാന്തദർശി ബ്രഹ്മാവാണെന്ന് പറയേണ്ടി വരും. കാരണം ബ്രഹ്മാവാണ് രാമായണത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത്. യാവസ്താസ്യന്തിഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി. എത്ര കാലം ഈ ഭൂലോകത്ത് പർവ്വതങ്ങളും നദികളെല്ലാം ഉണ്ടാകുമ്പോൾ അത്രയും കാലം രാമായണം നിലനിൽക്കുമെന്നാണ്. അത് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുഗങ്ങൾക്കപ്പുറത്ത് നിന്ന് എത്രയോ കാലങ്ങളായിട്ട് ഇപ്പോഴും രാമായണം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ദിവസം പോലും ഇല്ല. ഒന്നുകിൽ രാമൻ അല്ലെങ്കിൽ രാവണൻ, എതിർത്തോ അനുകൂലിച്ചോ, എങ്ങനെ എപ്പോഴാണ് ഏത് സന്ദർഭത്തിലാണെങ്കിൽ പോലും രാമായണം കടന്നു വരും. രാമകഥാപാത്രങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല, അതിലെ തത്വങ്ങൾ പരിഹരിക്കാത്ത രീതികളില്ല. അതുകൊണ്ട് അപ്പോൾ ആ ഒരു രാമായണം
ഭാരതത്തിൻ്റെ വെളിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട്. സൈബീരിയ മുതൽ ഇന്തോനേഷ്യ വരെ. സൈബീരിയ, റഷ്യയുടെ വടക്കേറ്റം. അത്രയും സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിലും രാമായണ കഥകളോടുള്ള ആ ഒരു ആഭിമുഖ്യം അന്നല്ല ഇന്നും നിലനിൽക്കുക. ബാലിയിൽ എന്താ കഥ? ബാലിയിൽ പോയാൽ എവിടെ നോക്കിയാലും രാമായണമാണ്. ഇറങ്ങുമ്പോൾ തന്നെ, വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ പിന്നെ ഹനുമാനെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുക. അപ്പോൾ അങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു രാമായണ പ്രഭാവം നമുക്ക് കാണാൻ സാധിക്കും. ഇത് മറ്റ് ഭാരതത്തിൽ നിന്നും വെളിയിലുള്ള രാഷ്ട്രങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിൽ ടിബറ്റൻ ഹസ്തലിഖിത ഗ്രന്ഥങ്ങൾ, അത് രാമായണ കഥാംശങ്ങൾ അടങ്ങുന്ന ഒരുപാട് തുർക്കിസ്ഥാനിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അത് 1906 1908 ഇടയിൽ ധാരാളം കണ്ടെടുത്തു. ഇത് ക്രിസ്തുവർഷം 8-9 നൂറ്റാണ്ടുകൾ എഴുതപ്പെട്ടതാണെന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവർഷം 8-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലൊക്കെ രാമായണത്തെക്കുറിച്ച് ആ ഭാഗത്ത് ടിബറ്റൻ സാഹിത്യത്തില് എന്ന് വെച്ചാൽ ഇവിടെ 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ടിലുള്ളത് നമ്മുടെ കയ്യിലുള്ളൂ. ഇന്ന് ഇന്ത്യയുടെ ഭാഗമായിട്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് പുറത്താണ് അതിനേക്കാളും പ്രാചീനങ്ങളായിട്ടുള്ള രാമായണ അനുവാദങ്ങളും രാമായണ പരാമർശങ്ങളൊക്കെ പലതും നമുക്ക് കാണാൻ സാധിക്കും. വോൾഗ നദിയുടെ തീരപ്രദേശങ്ങൾ നാടൻ പാട്ടായിട്ട് രാമായണ കഥ, അതായത് കമ്മ്യൂണിസം നിലനിന്നിരുന്ന റഷ്യയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അതെ, അവിടെയൊക്കെ ഈ ലിഖിത രൂപം ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ റഷ്യയിലെ അക്കാഡമി ഓഫ് സയൻസിൻ്റെ സൈബീരിയൻ ശാഖയിൽ ഇതെല്ലാം ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പോയാലും റെഫർ ചെയ്യാം. ആ രീതിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മംഗോളിയ, അതും സൈബീരിയയുടെ അടുത്തുള്ള ഈ രണ്ട് പ്രദേശങ്ങൾ ഭാരതവുമായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലോ കണക്റ്റഡേ അല്ല. ആ പ്രദേശത്താണ് ഇതുപോലെ ഇത്രയും നാട്ടുഭാഷ ഫോക്ലോർ പോലെ നാടൻ വോൾഗ നദി തീരപ്രദേശങ്ങളിലൊക്കെ രാമായണ ഇങ്ങനെ പാടി നടന്നിരുന്നു എന്നാണ് പറഞ്ഞത്. പാടി നടന്നിരുന്നു. മംഗോളിയയിൽ രാമകഥയുടെ 7 പാഠങ്ങൾ അടങ്ങുന്ന ഹസ്തലിഖിത ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ 4 മംഗോളിയൻ ഭാഷയിലാണ്, 3 ടിബറ്റൻ ഭാഷയിലാണ്. ബുദ്ധമത വീക്ഷണപ്രകാരമുള്ള പാഠങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധമതത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടിബറ്റിലെ ഈ പല പിന്നെ ബുദ്ധ വിഹാരങ്ങളുണ്ടല്ലോ, മൊണാസ്ട്രികൾ, അങ്ങനെയുള്ള ബുദ്ധാശ്രമങ്ങളിലൊക്കെ രാമായണത്തിൻ്റെ പ്രാചീന പാഠങ്ങളുണ്ട്. ഒരുപാട് പാഠങ്ങൾ കിട്ടാനുണ്ട്. അതുപോലെ തന്നെ ബുദ്ധ ജാതക കഥകൾ 3-5 നൂറ്റാണ്ടുകൾക്കിടയിൽ, ക്രിസ്തുവർഷം 3-5 നൂറ്റാണ്ടുകൾക്കിടയിൽ പിന്നെ ഒരുപാട് ജാതക കഥകൾ ചീന ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിൽ പലതും രാമായണവുമായിട്ട് ബന്ധപ്പെട്ട ജാതക കഥകളാണ്. അതുപോലെ തന്നെ ചൈനീസ് സാഹിത്യത്തിൽ ജനകീയ സംസ്കാരത്തിന് നാടൻ കഥകൾക്കൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ കഥന സമ്പ്രദായമുണ്ട്. അതിൽ ഈ ഹനുമതുപാഖ്യാനം, ഹനുമാന്റെ സീതാന്വേഷണം, ആ ഹനുമാന്റെ സീതാന്വേഷണ യാത്ര വർണ്ണിക്കുന്നുണ്ട്. ചൈനീസ് സാഹിത്യത്തിലെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ആ മാറ്റം ഒന്ന് ആലോചിച്ചോ. അത് അങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, വാൽമീകി രാമായണത്തിൻ്റെ ഏറ്റവും പഴയ പകർപ്പ് നേപ്പാളിലാണ്. അപ്പോൾ നേപ്പാളിലാണ് പിന്നെ ഉള്ളത് രാമായണ സംസ്കാരം. അത് നേപ്പാളികളുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. ഞാനിപ്പോൾ 4-5 ദിവസം മുൻപ് നേപ്പാളിലായിരുന്നു. കാഠ്മണ്ഡുവിൽ ഒരു വേൾഡ് സാൻസ്ക്രിറ്റ് കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഒരു 5 ദിവസം വിശ്വ സംസ്കൃത സമ്മേളനം. അപ്പോൾ അവിടെ ഞാൻ കണ്ട ഒരു അത്ഭുത കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇത് കണ്ട് സാർ പോയി കണ്ടു? നേരിട്ട് കണ്ടതാണ്. പല സ്ഥലങ്ങളിലും ഞാൻ ലുംബിനിയിൽ, ബുദ്ധൻ ജനിച്ച ലുംബിനിയിൽ പോയി. അവിടെയുണ്ട് പല സ്ഥലങ്ങളിലും രാമായണത്തിൻ്റെ പ്രഭാവവും. പിന്നെ കാഠ്മണ്ഡുവിൽ പറയില്ല, കാഠ്മണ്ഡുവിൽ സാക്ഷാൽ
പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു ആഞ്ജനേയ പ്രതിമയാണ്. അപ്പോൾ രാമായണം ഇല്ലാതെ ഒന്നുമില്ല അവിടെ. എവിടെയും അവിടെ രാമായണമാണ്. രാമായണത്തിൻ്റെ ഒരു പ്രഭാവം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നേപ്പാളി ഭാഷയിൽ പല പല കൃതികളും രാമായണമായിട്ട് ബന്ധപ്പെട്ട കൃതികളും രചിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ നേപ്പാളി രാമായണ കവികളുണ്ട്. ഗുമാനി പന്ത്, പണ്ഡിറ്റ് രഘുനാഥ ഭട്ടൻ, ഭാനുഭക്ത ആചാര്യ തുടങ്ങിയവരൊക്കെ നേപ്പാളികളായ രാമായണ കവികളാണ്. അപ്പോൾ ഭാനുഭക്തൻ്റെ രാമായണത്തിനാണ് അതിലെ ബംഗാളിയിൽ പിന്നെ നേപ്പാളി ഭാഷയിൽ ഏറ്റവും പ്രചാരം. പണ്ഡിറ്റ് ചക്രവാണി ചലീസയുടെ സംക്ഷിപ്ത രാമായണം, പണ്ഡിറ്റ് സോമനാഥ സിദ്ഗലിൻ്റെ ആദർശ രാഘവും, പണ്ഡിറ്റ് ലേഖനാഥ് ശർമ്മയുടെ മേരോ രാം എന്ന് പറഞ്ഞാൽ എൻ്റെ രാമൻ, ഇതൊക്കെ വളരെ പ്രസിദ്ധങ്ങളായിട്ടുള്ള രാമായണ കാവ്യങ്ങളാണ്. നേപ്പാളി ഭാഷയിൽ രചിക്കപ്പെട്ട രാമായണ കാവ്യങ്ങളാണ്. രാഘവ വിലാപം എന്ന് പറഞ്ഞിട്ട് രാമൻ്റെ ആ കരച്ചിൽ, രാമൻ്റെ കരച്ചിൽ അവിടെ പറയുന്നുണ്ട്. രാഘവ വിലാപം. പിന്നെ അജ്ഞാതകർത്തൃമായിട്ടുള്ള ഒരുപാടുണ്ട്. രാമാശ്വമേധം, പിന്നെ രാമായണ ലങ്കാകാന്ഡം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ശ്രീലങ്കയിൽ നേരത്തെ ചോദിച്ചത്, ആ ശ്രീലങ്കയിൽ ക്രിസ്തുവർഷം 5-ാം ശതകം മുതൽ രാമായണ കഥ പ്രചരിച്ചിട്ടുണ്ട്. സിംഹള ഭാഷയിലുണ്ടായിട്ടുള്ള ജാതകഠ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥം ദശരഥ ജാതക വിവരണത്തെക്കുറിച്ചാണ്. പിന്നെ സിംഹളദേശീയനായിട്ടുള്ള കുമാരദാസൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജാനകി ഹരണം നേരത്തെ പറഞ്ഞു, അത് മഹാകാവ്യം ആണ്. പിന്നെ പ്രാചീന സിനോളിലെ രാജവംശ പരമ്പരയായിട്ട് പ്രതിപാദിക്കുന്ന മഹാവംശം, ആ മഹാവംശത്തിലും ചിലപ്പോൾ കൂട്ടിച്ചേർത്തായിരിക്കാം, 13-14 നൂറ്റാണ്ടുകളിലൊക്കെ കൂട്ടിച്ചേർത്തതാണെങ്കിൽ പോലും രാമായണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അതുപോലെ തന്നെ സിംഹള ഭാഷയിലുണ്ടായിട്ടുള്ള തിസര സന്ദേശം, തിസര എന്ന് പറഞ്ഞ ഹംസം, മേഘസന്ദേശത്തെ അവലംബിച്ചിട്ട് ഒരു രീതിയുമായി ബന്ധപ്പെട്ടായിരിക്കും. മയൂര സന്ദേശം, ഹംസ സന്ദേശം, പറയിവി സന്ദേശം, ഇതൊക്കെ രാമായണ കഥാപാത്രങ്ങളിലുള്ള സൂചനകൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ രാമായണം ലങ്കയിലെ ഗ്രാമീണർക്കിടയിലൊക്കെ നാടൻ കഥകളായിട്ട് ധാരാളം പ്രചരിപ്പിച്ചിട്ടുണ്ട്. നാട്ടിൻപുറങ്ങളിലൊക്കെ കൊഹോംബ എന്ന ദേവനെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമാണ്. കൊഹോംബ യക്കമ എന്ന നൃത്തമുണ്ട്, അത്രേ, അത് രാമായണമാണ്. ഇങ്ങനെ പിന്നെ ഒരുപാട് സിംഹള ഭാഷയിലേക്ക് വാൽമീകി രാമായണം വിവർത്തനം ചെയ്തിട്ടുണ്ട് സിംഹള ഭാഷയിലേക്ക്. അത് സി ഡോൺ ബാസ്റ്റീൻ എന്ന ഒരു കവിയാണ്. അത് നിരൂപന്മാരൊക്കെ അതിനെക്കുറിച്ച് ധാരാളം വർണ്ണിച്ചിട്ടുണ്ട്. പിന്നെ ബർമയിലും പുരാതന പാകഗിനിലെ വിഷ്ണു ക്ഷേത്രത്തിൽ രാമൻ്റെയും പരശുരാമൻ്റെയും ഒക്കെ ശിലാപ്രതിമകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ക്യാൻസിദ്ധ രാജാവിൻ്റെ ഒരു ശിലാശാസനത്തിൽ അദ്ദേഹം പൂർവ്വജന്മത്തിൽ അയോധ്യയിലെ രാമൻ്റെ അടുത്ത ബന്ധുവാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. ബർമീസ് ഭാഷയിൽ 17-ാം നൂറ്റാണ്ട് മുതൽ രാമായണ ആയിട്ട് ബന്ധപ്പെട്ട ധാരാളം കാവ്യങ്ങളുണ്ട് എന്നും അവിടെ പറയുന്നുണ്ട്. പിന്നെ രാമായണ സംസ്കാരം ബർമ്മക്കാരുടെ എല്ലാ കലകളിലും നമുക്കിന്നും ദൃശ്യമാണ്. പിന്നെ തായ്ലൻഡ് ഭാരതീയ സംസ്കാരമായിട്ട് അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യമാണ്. അവിടെ ഇന്നും രാമായണത്തിന് സ്ഥാനമുണ്ട്. വിദ്യാലയങ്ങളിലെ രാമൻ്റെ കഥ പാഠ്യവിഷയമാണ്. ഇവിടെ രാമൻ്റെ കഥ പാഠ്യവിഷയമല്ല. കാരണം ഇവിടെ രാമൻ്റെ കഥ ആക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ സമരമായി, എതിർപ്പായി, വർഗീയമാണ്, കാവ്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ആക്ഷേപിക്കാൻ തുടങ്ങും. നമ്മുടെ പൈതൃകമാണ് അതെന്നുള്ള ഓർമ്മയില്ലാതെ അതിനെ എതിർക്കും, കണ്ണടച്ചങ്ങോട്ട് എതിർക്കും. ചിലപ്പോൾ മറ്റു മതക്കാരല്ല എതിർക്കുക, നമ്മുടെ ആൾക്കാർ തന്നെ മറ്റുള്ളവർ എന്ത് ധരിക്കും എന്ന് പറഞ്ഞ് എതിർക്കുന്നവരുണ്ട്. എന്നാൽ തായ്ലൻഡിൽ രാമകഥ പാഠ്യവിഷയമാണ്. അതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പിന്നെ 1967 തായ് ഭാഷയിൽ ആദ്യത്തെ രാമായണ കാവ്യം രചിച്ചു, തായ് ഭാഷയിൽ. പിന്നെ ധോംപുരിയിലെ രാജാവായിട്ടുള്ള തക്സിൻ 2012 പദ്യങ്ങളടങ്ങുന്ന ആ രാമായണം രചിച്ചതും ഒക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ നാടകവേദിയിലും രാമായണത്തിന് വലിയ സ്ഥാനമാണ്. തായ്ലൻഡ് നാടകങ്ങളിലൊക്കെ രാമായണ കഥ നമുക്ക് കാണാം. തായ്ലൻഡിലെ ചിത്ര
ശില്പകലകളിലെല്ലാം രാമായണം. രാമായണത്തിൻ്റെ ആ പ്രഭാവം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലാവോസിലെ ജനങ്ങൾ ബുദ്ധമതം സ്വീകരിക്കുന്നതിന് മുൻപ് അവിടെ വൈഷ്ണവ ആരാധനയായിരുന്നു. അതുകൊണ്ട് ആ സമാന്തരമായിട്ട് തന്നെ ബുദ്ധമതത്തോടൊപ്പം വൈഷ്ണവ മതം ഉണ്ടായിരുന്നു. ലാവോ ഭാഷയിലെ രാമായണം അടുത്ത കാലത്ത് അച്ചടിച്ചു വന്നിട്ടുണ്ട് എന്നും അവിടെ പറഞ്ഞു. പിന്നെ പുരാതന വിയറ്റ്നാമിൽ വൈഷ്ണവ മതവും സംസ്കൃത ഭാഷയും രാമായണമൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫാർ ഈസ്റ്റ് എന്ന്, അതായത് വിദൂര പൗരസ്ത്യം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ ക്രിസ്തു വർഷം 653 മുതൽ 678 വരെ ചമ്പാരാജ്യം എന്നാണ്. ഇന്നത്തെ വിയറ്റ്നാമിൻ്റെ പഴയ പേര് ചമ്പാരാജ്യം എന്നാണ്. അപ്പോൾ ആ ചമ്പാരാജ്യം ഭരിച്ചിരുന്ന പ്രകാശധർമ്മ രാജാവ് ഒരു വാൽമീകിയുടെ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ വാൽമീകിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ വാൽമീകിയുടെ വിഗ്രഹം അവിടെ ആ ശിലാലേഖയിൽ വിഷ്ണുവിൻ്റെ മനുഷ്യാവതാരമായിട്ടുള്ള രാമനെ പ്രകീർത്തിച്ചുകൊണ്ടൊരു ശ്ലോകം, യസ്യ ശോകാസമുത്പന്നം ശ്ലോകം ബ്രഹ്മാഭിപൂജതി വിഷ്ണു പുംസ പുരാണസ്യ മനുഷ്യസ്യ ആത്മരൂപിണ കവേരാദ്യസ്യ വാൽമീകേ പൂജാസ്ഥാനം പുനസ്തസം എന്നൊക്കെ എവിടെ ആ ശിലാലേഖത്തിൽ, വിയറ്റ്നാമിലെ കാര്യം പറയുന്നു. അവിടെ ശിലാലേഖത്തിൽ ഇപ്പോഴും അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നും പറഞ്ഞു. പിന്നെ കംബോഡിയ ഭരിച്ചിരുന്ന ഇന്ത്യൻ വംശജരായിട്ടുള്ള ഖമൈർ രാജാക്കന്മാരുടെ പല രേഖകളിലും രാമായണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. നമ്മൾ പറയാറില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ വിഷ്ണു ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കംബോഡിയയിലാണ്. പിന്നെ മലേഷ്യ, മലേഷ്യയിൽ 13-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഇസ്ലാം മതം സാർവത്രികമായി. പക്ഷെ അതിനു മുൻപ് ഭാരതവുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭാരതവുമായിട്ട് ബന്ധമുള്ളതൊക്കെ പിന്നീടാണ് ഇതെല്ലാം മതം മാറ്റി അതെ ഇസ്ലാമികവൽക്കരിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിലുള്ള സംസ്കാരത്തിന് പുറം തള്ളിയിട്ട് ഉപയോഗിച്ച് അവിടെ അധിനിവേശം നടത്തുകയാണ്. അതാണ് സത്യത്തിൽ അവിടെയൊക്കെ അതാണ്, മലേഷ്യയിൽ അതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഇസ്ലാമീകൃതമായ രാമായണത്തിൻ്റെ രൂപത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടെ അറബി ലിപിയിൽ എഴുതിയിട്ടുള്ള മലേഷ്യൻ രാമായണത്തിൻ്റെ 13 പകർപ്പുകൾ ഗവേഷകന്മാർ ശേഖരിച്ചിട്ടുണ്ട്. അറബി ലിപിയിൽ ഇവിടെ ഒരു അറബി രാമായണം ഉണ്ടല്ലോ മലയാളത്തിൽ. അതിൽ 2 എണ്ണം പുസ്തക രൂപത്തിൽ പ്രകാശിപ്പിച്ചിട്ടുമുണ്ട്. മലേഷ്യക്കാരിൽ ഭൂരിഭാഗവും ഈ കൃഷിക്കാരാണല്ലോ. അവരിൽ ഈ നമ്മുടെ പാവക്കൂത്തുപോലുള്ള നാടകങ്ങളുണ്ട്. അതിലൊക്കെ രാമായണമാണ് ഇപ്പോഴും വിഷയം. രാമായണം ഇപ്പോഴും അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നും അവിടെ കാണാം. പിന്നെ ഇന്തോനേഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അഖില ലോക രാമായണ മഹോത്സവം നടന്നു. ഏത് കാലത്ത്? 1971. 1971 ലോകത്തിൽ ആദ്യമായിട്ടാണ്, ഭാരതത്തിലല്ല നടക്കുന്നത്. ആലോചിച്ച് നോക്കണം. അഖില ലോക രാമായണ മഹോത്സവം. അങ്ങനെ അഖില ലോക രാമായണ മഹോത്സവത്തിന് സെമിനാറും നടന്നു 71 ഇന്തോനേഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ. അപ്പോൾ 14-ാം ശതകം മുതൽ പൂർണ്ണമായിട്ടും ഒരു മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യ, ആ ഇന്തോനേഷ്യയിൽ രാമായണ പഠനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മഹാസമ്മേളനം നടക്കണം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കും. അപ്പോൾ എത്രമാത്രം രാമായണത്തിൻ്റെ പ്രഭാവം അവരുടെ വേരുകളിൽ രാമായണം കടന്നിട്ടുണ്ട്. അതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കില്ലല്ലോ. അപ്പോൾ രാമായണത്തോടുള്ള ജനതയുടെ ആ താല്പര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്തോനേഷ്യൻ ചരിത്രരേഖകൾ രാമായണത്തെക്കുറിച്ചുള്ള പരാമർശം 4-ാം ശതകം മുതലേ ഉണ്ട്. 4-ാം ശതകം മുതൽ 14-ാം ശതകം വരെയാണ്. കാരണം 14-ാം ശതകത്തിലാണ് എല്ലാവരെയും കൊന്നു തള്ളിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടുമൊക്കെ ഇസ്ലാമവൽക്കരിച്ചത് ഇന്തോനേഷ്യയിൽ. അതുവരെയും ആ രാമായണത്തിൻ്റെ പ്രഭാവം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കിഴക്കേ ജാവയിലെ പനരതൻ ക്ഷേത്രത്തിലും പ്രംബരൻ ശിവക്ഷേത്രത്തിലും ഒക്കെ രാമായണ കഥയുടെ ചുവർച്ചിത്രങ്ങൾ ഇപ്പോഴും കാണാം. പിന്നെ പ്രാചീന ജാവനീസ് ഭാഷയിൽ രാമായണക കവിൻ എന്ന രാമായണ മഹാകാവ്യം, അത് ഇന്തോനേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാവ്യമാണ് ഇപ്പോഴും.
പിന്നെ വിദേശ രാഷ്ട്രങ്ങളിലും ഇപ്പോൾ വിദേശമായിട്ട് നമുക്ക് കരുതപ്പെടാൻ പറ്റുന്ന രാജ്യങ്ങളിലുണ്ട്. ഉണ്ട്. ജപ്പാനിലെ മധ്യകാല സാഹിത്യ രചനകളിൽ പോലും രാമായണത്തിൻ്റെ പരാമർശം ഫിലിപ്പൈൻസിലും ജപ്പാനിലും ഒക്കെ നമുക്ക് ആ രാമകഥകളുടെ പ്രഭാവം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് രാമായണം വെറുമൊരു ഭാരതീയ കാവ്യമല്ല, അതൊരു വിശ്വകാവ്യമാണ്. ലോകത്തിൻ്റെ ചക്രവാളത്തിൽ തന്നെ അത് പരന്നിട്ടുണ്ട് രാമൻ്റെ കഥ ഉണ്ട്. അപ്പോൾ ഇതുവരെ ഈ വാൽമീകി രാമായണത്തിൽ നിന്ന് തുടങ്ങി വിവിധ ഭാഷകളിലുള്ള ഭാരതീയ ഭാഷകളിലും ഹിന്ദിയിലും പിന്നെ ഭാരതത്തിന് പുറത്തേക്കും വ്യാപരിച്ചിരിക്കുന്ന ആ മഹാനായ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആ ലീലാവിലാസങ്ങളെക്കുറിച്ചുള്ള അങ്ങ് വളരെ ലളിതമായും സരളമായും വിശദമായും വർണ്ണിച്ചു തന്നു. നന്ദി. നമസ്തേ.